കോട്ടയത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, കോട്ടയത്ത് കുട്ടിക്കലിലെ കൊടുങ്ങയിലും പൂഞ്ഞാർ പയ്യാനിത്തോട്ടിലും മൂന്നിലത്തും കൊക്കയാറിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? കോട്ടയത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പ്രളയ സമാനമായ അവസ്ഥയാണ്. ഇന്നലെ രാത്രി നിർത്താതെ പെയ്ത മഴ പലയിടങ്ങളിലും ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. വീടുകൾ ഒലിച്ചുപോയി. അങ്ങനെ കനത്ത നാശനഷ്ടമാണ് കോട്ടയത്തിന്റെ മലയോര മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൊടുങ്ങയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. കൊക്കയാർ പഞ്ചായത്തിലും ഉരുൾപൊട്ടലുണ്ടായി. മുൻനിലവിൽ ഉരുൾപൊട്ടലുണ്ടായി. കൂട്ടിക്കൽ ടൗണിൽ വെള്ളം കയറി. മുണ്ടക്കയം കോസ്വയിൽ വെള്ളത്തിലായി. ഈരാറ്റുപേട്ട ടൗണിൽ പ്രളയം സമാനമായ അവസ്ഥയാണ്. ടൗൺ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. പാലാ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. നിരവധി കടക്കൊമ്പോളങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. ഇന്നലെ രാത്രി മുതൽ നിർത്താതെ പെയ്യുന്ന മഴയാണ്, കനത്ത മഴയാണ് ഈ കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ കടകൊമ്പോളങ്ങളിലെല്ലാം വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വീടുകൾ ഒലിച്ചുപോയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂഞ്ഞാറിലാണ്. പൂഞ്ഞാറിൽ പൂഞ്ഞാറിൽ ഈ ഉരുൾപൊട്ടൽ സംഭവിച്ചു. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്ത് ഉരുൾപൊട്ടലിൽ വീട് മണ്ണിനടിയിൽ പോയി എന്നുള്ളതാണ്. പയ്യാനിത്തോട്ടം ഭാഗത്ത് മണപ്പാട് ജോണിയുടെയും മറ്റും വീട്ടിലാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുന്നത്. വാർക്ക വീടിന്റെ മുകളിലേക്ക് കല്ലും മണ്ണും വന്ന് പതിക്കുകയായിരുന്നു. ഈ വീട് ഇവിടെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ഒക്കെ ആയിട്ട് തുടരുന്നുണ്ട്. ഈ കോട്ടയം ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിരിക്കുന്നു. ഒപ്പം 6 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഇതിനോടകം കോട്ടയം ജില്ലയിൽ തുറന്നിരിക്കുന്നത്. അത് മലയോര മേഖലകളിൽ തന്നെയാണ്. ഈ നദി കരകവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യം, ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ ഉള്ള പ്രദേശങ്ങൾ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ 6 ദുരിതാശ്വാസ കേന്ദ്രങ്ങളും നിലവിൽ തുറന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കിഴക്കൻ മേഖലയിലെ ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുന്നു. ഈ റോഡുകളിലെല്ലാം വെള്ളം കയറിയിരിക്കുന്നു. അത് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡ്, മുണ്ടക്കയം കുമളി റോഡ് തുടങ്ങി വിവിധ റോഡുകളെല്ലാം പൂർണ്ണമായും ഗതാഗത സ്തംഭനത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മേഖലകളിലെല്ലാം വെള്ളം വലിയ രീതിയിൽ റോഡിൽ ഉണ്ട്. ഈ പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. വീട് ഒലിച്ചു. ഈ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങൂർ മണിമല റോഡിന് സമീപമുള്ള നിരവധി വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ആളുകൾ ടെറസിന് മുകളിലേക്ക് കയറി ഇരിക്കുകയാണ്. പയ്യാനിത്തോട്ടത്തിലെ സ്ഥിതി വളരെ മോശമാണ്. അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളടക്കം രക്ഷാപ്രവർത്തനങ്ങളടക്കം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധയിടങ്ങളിൽ വെള്ളം കയറിയത് മൂലം ആളുകൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ആളുകൾ ഇപ്പോൾ നിലവിൽ വീടുകളുടെ ടെറസിന് മുകളിലൊക്കെ അഭയം പ്രാപിക്കുന്ന സാഹചര്യമാണ് കോട്ടയത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്നലെ രാത്രി വൈകിയും കനത്ത മഴയാണ് കോട്ടയത്തിന്റെ മലയോര മേഖലകളിൽ പെയ്തത്. അതുകൊണ്ട് തന്നെ റോഡുകളും ഗതാഗത സ്തംഭനവും അടക്കം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നു. വിവിധ ആളുകളെ ഈ മണ്ണിടിച്ചിലൊക്കെ ഭീഷണിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. ഈ മീനച്ചിലാറ്, മണിമലയാറ് പോലെയുള്ള നദികളുടെ തീരത്ത് താമസിക്കുന്നവർക്കും, ഒപ്പം തന്നെ മണിമലയാറ്, കുട്ടിക്കൽ, മുണ്ടക്കയം ഭാഗങ്ങളിൽ ഈ മണ്ണിടിച്ചിൽ ഭീഷണി മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ മാറി താമസിക്കണം എന്നുള്ള കർശന നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത്. എരുമേലി, വല്യമ്പളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ മൂന്നാനിയിൽ വലിയ വെള്ളക്കെട്ടാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. തൊടുപുഴ റോഡിലും ടൗണിലും കോസ്വയിലും പാലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈരാറ്റുപേട്ട, നടക്കൽ, മുരിക്കോരി ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖലകളിൽ ഇപ്പോൾ നിലവിൽ പ്രളയ സമാനമായ അവസ്ഥ തന്നെയാണ്. ഈ വരും മണിക്കൂറുകളിലും മഴ കനത്തു നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ 6 ദുരിതാശ്വാസ കേന്ദ്രങ്ങളാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ പുലർക്കാലത്തും മഴ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ശക്തമായ മഴ തന്നെയാണ് ഈ കിഴക്കൻ മേഖലകളിൽ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി മിഥുൻ, വ്യക്തമാണ്.